മാണി കോൺഗ്രസിന് കൊടുത്ത സീറ്റുകൾ ഇടതുപക്ഷം തിരികെ ചോദിക്കുകയാണ്. അതായത് പത്തനംതിട്ടയിലെ റാന്നി, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലവിലെ സിറ്റിംഗ് സീറ്റുകളിൽ പലതിലും ഇടതുപക്ഷത്തിന് നോട്ടമുണ്ട്. കാരണം ഇടതുപക്ഷത്തിന് കൃത്യമായി അറിയാം, ഈ സീറ്റുകളൊന്നും മാണി കോൺഗ്രസിന് കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് നല്ല രീതിയിൽ പോരാട്ടം നടത്താം. പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 2 വള്ളത്തിലാണ് ഇപ്പോൾ കാൽ ചവിട്ടുന്നത്. അദ്ദേഹത്തിന് UDFൻ്റെ കൂടെ നിന്നാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ ജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഇടതുപക്ഷത്ത് നിന്നാൽ കിട്ടുമെങ്കിൽ അതാണ് നല്ലത് എന്ന അഭിപ്രായവുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിയമസഭയിലേക്ക് വീണ്ടും ജയിച്ചു കയറണം എന്ന ആഗ്രഹം മാത്രമാണ് കുളത്തുങ്കലിനുള്ളത്. കാഞ്ഞിരപ്പള്ളി MLA ആയി ജോബ് മൈക്കിളിനും ഇതേ സ്ഥിതിയാണ്. ചുരുക്കി പറഞ്ഞാൽ മാണി കോൺഗ്രസ് ഇപ്പോൾ കൃത്യമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഉടറുകയാണ്. PJ ജോസഫുമായി പ്രശ്നങ്ങളെല്ലാം തീർത്ത് UDFിൽ വളരെ നയതന്ത്രപരമായി കടന്നുകൂടുക എന്ന ആവശ്യവും മുന്നിലുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ UDF നേതാക്കളുമായി സഹകരിച്ചാൽ അവർ പാലം വലിക്കുമോ? ഇടതുപക്ഷത്തിനകത്താണെങ്കിൽ അവർ അണികൾ ശക്തമാണ്. വലിയ തോതിൽ വിജയിച്ചില്ലെങ്കിൽ പോലും അവർ ഇപ്പോൾ ചെറിയ പരിഗണനയെങ്കിലും നൽകുന്നുണ്ട്. നമുക്കറിയാം, മാണി കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയാതെ CPIയുടെ കല്ലുകടി മുഴുവൻ സഹിക്കുകയാണ്. CPI നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു, ജോസ് കെ മാണിയുടെ പാർട്ടി ഒരു എടുക്കാച്ചരക്കാണ്. അത് ഇനി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നാൽ ചീഞ്ഞു നാറും എന്ന രീതിയിലേക്കൊക്കെയാണ് പലരും പറയുന്നത്. ജോസ് കെ മാണിയെ തുടക്കം മുതലേ എതിർത്തിരുന്ന ഒരു നേതാവായിരുന്നു കാനം രാജേന്ദ്രൻ. അദ്ദേഹം CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നഖശികാന്തം എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ആ തൽസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. PJ ജോസഫുമായി ചേർന്നൊരു മഹാലയനത്തിലേക്ക് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതിൻ്റെ മധ്യസ്ഥത വഹിക്കുന്നവർ കാര്യങ്ങൾ ആവുന്ന പോലെയൊക്കെ പറഞ്ഞു നോക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. PC ജോർജിനെ പോലുള്ളവരെ പൂഞ്ഞാറിൻ്റെ മടയിൽ നേരിടുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ കാഞ്ഞിരപ്പള്ളി MLA ജോബ് മൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം മുന്നണിയല്ല, കൃത്യമായും കേരള കോൺഗ്രസ് ബേസ് വോട്ടുകൾ ഉറപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ജോസഫ് ഗ്രൂപ്പുമായി ഒരു രമ്യതയിലേക്ക് പോകണം എന്ന ആഗ്രഹമാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ജോബ് മൈക്കിളും ജോസ് കെ മാണിയോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പാലാ വിട്ടുള്ള പണി മതി എന്നുള്ളത് നേരത്തെ തന്നെ മാണി സി കാപ്പൻ UDF നേതാക്കളെ അറിയിച്ചതാണ്. പാലായിൽ UDF ടിക്കറ്റുമായി വരാൻ ഇനി മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ നല്ല ഒരാളെ അനുവദിക്കില്ല. കാരണം കാപ്പൻ അത്രയധികം ആഗ്രഹിച്ച് നേടിയ സീറ്റാണ്. നിരവധി തവണ KM മാണിയോട് 2001 മുതൽ മത്സരിച്ച് തോറ്റ് ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയം വരിച്ചുകൊണ്ട് പിന്നെ ജോസ് കെ മാണിയെ പറത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാല വിട്ടുള്ള ഒരു കളിയുമില്ല. ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥിതി എന്നത് ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ്.